പറഞ്ഞു, ദൈവത്തിന്റെ ഉപദേശം പോലെ അവസാനിപ്പിപ്പോർ ധന്യൻ. അപ്പൊ ദൈവത്തിന്റെ ഉപദേശം പോലെ അവസാനിപ്പിക്കുന്നതിന് ഒരു പുരോഹിതൻ വന്ന് പ്രാർത്ഥിക്കണോ? പൗലോസ് പറഞ്ഞു, ഇനി കിരീടം അവൾ കാത്തിരിക്കുക, ഞാനോട്ട് പോയി മേടിക്കാൻ പോകുന്നു. അവിടെ ഞാൻ ഇവർ പിന്നെ കുന്തിരിക്കാൻ ഇതേ പോയിച്ചിട്ടാണ് പുള്ളി മേപ്പോട്ട് പോകുന്നത്? അല്ലല്ലോ. ഞാനിവിടെ മരിക്കുമ്പോൾ തന്നെ കർത്താവില്ല. പൗലോസ് പറഞ്ഞു, ഒന്നിനും എന്നെ ക്രിസ്തുവേശുള്ള സ്നേഹത്തിന് വേർതിരിക്കാൻ. എടാ, കൊറോണ കാലത്ത് എത്ര യാക്കോബേക്കാർ അച്ഛന്മാരാ വന്ന് ചത്തവന് വേണ്ടി പ്രാർത്ഥിച്ചോ? കൊറോണയുടെ കാലത്ത് എത്ര യാക്കോബിലെ പിന്നെ അച്ഛന്മാരാ ഈ മരിച്ചവരുടെ കല്ലറെ കൊണ്ട് കുന്തിരിക്കാൻ പോയിക്കാൻ പറ്റിയില്ലല്ലോ. എത്ര പേരെ വീട്ടിലാകെ പിന്നെ ബെഡ് വിരിച്ചിട്ട് 40 ദിവസം ഇവനെ സ്വർഗത്തിൽ കയറ്റി ഒരു വീട്ടിൽ നടന്നില്ലല്ലോ. അപ്പൊ ഇവന്റെ കാര്യം കട്ടപ്പുകയായി. അല്ല, അവന് പോകാൻ പറ്റത്തില്ലല്ലോ. അവരുടെ വിശ്വാസപ്രകാരം അന്ന് കുഴിച്ചിട്ട് 10 അടി കുഴിച്ചിട്ട് ആദ്യമൊക്കെ ചത്തവന് അയ്യോ കഷ്ടം. 10 അടി താഴ്ച കുഴിച്ചിട്ട് പിന്നെ കുന്തിരിക്കല്ല ഇവിടെ DDTയും പിന്നെ എന്തോ അവന് പറയുന്നത് ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് അവനടിക്കും. ഒരു കുന്തിരിക്ക അവിടെ ഇട്ടില്ല, ഒരച്ഛനും അവിടെ ഇട്ട് കയറി വന്നിട്ട് പോലില്ല. പിന്നെ ഇപ്പം നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ അച്ഛനെ വിളിച്ചാൽ പറയും വരാൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ ഇവനെ സ്വർഗത്തിൽ പാനപ്പത്തില്ല. ഈ പോഷത്തെ നിർത്തണം. വിശ്വസിക്കുന്ന ഏവനും അത് ദൈവത്തിന്റെ നീതിയാണ്.